മോളെ, പണവും സ്വത്തും നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് വീണ്ടും സമ്പാദിക്കാം. പക്ഷേ ആയുസ് നഷ്ടപ്പെട്ടാൽ എന്തുചെയ്യും? അത് മാത്രമല്ല, നീ ഇപ്പോ ആ സ്വത്ത് കൈമാറ്റാതെ എതിർത്താൽ അത് നീയും വിശാലും തമ്മിലുള്ള ബന്ധം വഷളാക്കാനിടയാകും. ചിലപ്പോൾ നിങ്ങളെ തമ്മിൽ പിരിക്കാനുള്ള സാഹചര്യം വരെ ഉണ്ടാക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ വിശാലിന് തുണയായി ഇവിടെ ആരാ ഉള്ളത്? അതുകൊണ്ട് ഇതിപ്പോ പ്രഭാവതിക്ക് എഴുതി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അമ്മ, സ്വത്ത് അവരുടെ കൈകളിലായ പിന്നെ ഞാനും വിശാൽ സാറൊക്കെ ഈ വീടിന് പുറത്തല്ലേ? ആയിക്കോട്ടെ, പക്ഷേ അപ്പോഴും നിന്റെ സ്നേഹവും കരുതലും അവനുണ്ടാവുമല്ലോ. എനിക്ക് ആ സമാധാനം മതി. നിങ്ങൾ രണ്ടുപേരും സ്വസ്ഥതയോടെ ജീവിക്കണം. സാഹചര്യം മോശമായാലും നിങ്ങൾ സന്തോഷത്തോടെ കഴിയണം. അതുകൊണ്ട് മോൾ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. സ്വത്ത് പ്രഭാവതിക്ക് എഴുതി കൊടുത്തേക്ക്. നീ എന്താടാ ഒന്നും കഴിക്കാതിരിക്കുന്നത്? നിനക്കെന്താ പറ്റിയത്? കഴിക്കടാ. നീ എന്താടാ ആഹാരത്തോട് കലഹിച്ചിരിക്കുന്നത്? എടുത്ത് കഴിക്കുമോനെ. എനിക്കൊന്നും വേണ്ട. സാർ, സാർ ഇരിക്കുക. എന്തേ കാണിക്കുന്നേ? സാർ ഇവിടെ ഇരിക്കണം. ഇത് കഴിക്കണം. വേണ്ട സാർ. എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? എടാ, എന്ത് പറ്റിയടാ മോനെ? ഇപ്പോ ആഹാരം കഴിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. കഴിച്ചാലേ ഇറങ്ങില്ല. എടാ, നിന്റെ മാനസികാവസ്ഥയ്ക്ക് എന്തു പറ്റി? ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാത്ത ഒരാൾ എനിക്ക് വേണ്ടി എന്തിനാ വെച്ച് വിളമ്പുന്നത്? ആ കൈകൊണ്ട് വിളമ്പുന്ന ആഹാരം ഞാൻ കഴിക്കുന്ന എന്തിനാ? വിശാൽ സാർ. ശാലേ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാനേ കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ ശരിയാവില്ല. അയ്യോ സാർ. സാർ വിഷമിക്കണ്ട. എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഞാൻ അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതി ഒപ്പിട്ട് കൊടുത്താ പോരെ? സാറ് അതിനു വേണ്ട ഡോക്യുമെന്റ്സ് തയ്യാറാക്കിക്കോ. ഞാൻ ഒപ്പിട്ട് തരാം. അപ്പോ അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ കൈമാറാൻ തനിക്ക് സമ്മതമാണ്? അങ്ങനെ തലയാട്ടിയാൽ മാത്രം പോരാ. അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് താൻ തൻ്റെ നാവ് കൊണ്ട് അമ്മയോട് പറയണം. അങ്ങനെ പറയിപ്പിക്കാന്ന ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്ക്. അതെനിക്ക് നിറവേറ്റണം. പറയടോ. അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നതിൽ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് താൻ തന്നെ നേരിട്ട് അമ്മയോട് പറയ്. എടാ, പറയാൻ. ഞാൻ അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നതിന് എനിക്ക് ഒരു എതിർപ്പുമില്ല. എന്താ എന്താ ഇപ്പൊ പാർവതി പറഞ്ഞത്?
ഞാനത് ശരിക്കും കേട്ടില്ല, അതാ. ദേ അമ്മ കേട്ടില്ലെന്നേ. താൻ തന്റെ സമ്മതം ഒന്നുകൂടി അമ്മ കേൾക്കാൻ പാകത്തില് ഒന്ന് പറഞ്ഞേ. എനിക്കിവിടുത്തെ വസ്തുക്കൾ അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതി തരാൻ പൂർണ്ണ സമ്മതമാണ്. അതിൽ യാതൊരു എതിർപ്പുമില്ല. ഇപ്പോ അമ്മ ശരിക്ക് കേട്ടില്ലേ? കേട്ടു കേട്ടു. ഇപ്പൊ ഞാനത് നന്നായിട്ട് കേട്ടു. മോനെ, എനിക്ക് ഇത് ഇവളുടെ നാവ് കൊണ്ടൊന്ന് കേട്ടാ മതിയായിരുന്നു. ഇപ്പോ സാറിന്റെ വിഷമം മാറിയല്ലോ. ഇനി സമാധാനം ഇരുന്ന് ആഹാരം കഴിക്കാം. അച്ഛാ, വേണ്ട, എന്റെ വിശപ്പ് കെട്ടുപോയി. ആ മോനെ, നീ കഴിക്ക്. വിശ്വാസ്, എന്താ സർ? എന്തു പറ്റി? എന്താ ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കുന്നേ? എന്താ സർ ഇങ്ങനെ നോക്കുന്നേ? ഈയിടെയായിട്ട് താൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അതെന്താണ്, താൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തനിക്ക് കൃത്യമായൊരു മറുപടിയുമില്ല. എന്തായാലും തൻ്റെ സ്വഭാവം ഇപ്പോൾ വളരെയേറെ മാറിയിട്ടുണ്ട്. താനിപ്പോ ആ പഴയ പാർവതിയെ അല്ല. സർ, സർ എന്തായി പറയുന്നത്? ഞാൻ എന്ത് മറച്ചു വെച്ചു എന്നാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായി തനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതറിയാത്ത മട്ടിൽ താൻ മനഃപൂർവ്വം പെരുമാറുന്നത്. ഇനിയിപ്പോ തനിക്കത് വ്യക്തമായില്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. തൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതി കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം താനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ തൻ്റെ മൗനം സമ്മതമാണെന്ന് ഞാൻ അങ്ങ് കരുതി. ആ ധാരണയിൽ ഞാൻ രജിസ്ട്രേഷന് വേണ്ട നടപടികൾ ആരംഭിച്ചു. അന്നേരം ഇക്കാര്യത്തിൽ തൻ്റെ സമ്മതം നേരിട്ടറിയണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു. അപ്പോൾ എന്താ സംഭവിച്ചത്? താൻ സമ്മതമാണോ അല്ലയോ എന്ന് പറയാതെ മടിച്ചു നിന്നു. പിന്നെ ഏറെ സമയം കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ എൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്നൊരു തീരുമാനം താനും എടുത്തത്. അവിടെയും താൻ എന്തോ ഒലിപ്പിച്ചു. തനിക്ക് ഈ സ്വത്തുക്കളോടൊന്നും താല്പര്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉടനെ വസ്തുക്കൾ അമ്മയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ താൻ സമ്മതിക്കുമായിരുന്നു. അതൊക്കെ വ്യക്തമായി തന്നെ പറയുമായിരുന്നു. താനത് ചെയ്തില്ല. ഇനി വസ്തുക്കളോട് തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര നിർബന്ധിച്ചാലും ഇതൊക്കെ അമ്മയ്ക്ക് കൊടുക്കാൻ താൻ തയ്യാറാവില്ലായിരുന്നു. ആദ്യം താൻ ഈ വസ്തു കൈമാറ്റത്തെ എതിർത്തിട്ട് ഇപ്പോൾ അതിന് സമ്മതിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ താൻ എന്തോ കാര്യമായിട്ട് എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമാണ്. അതെന്താണ്? താൻ എന്താണ് എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? സർ, ഒന്നുമില്ല സർ. താനേ എന്നോട് കള്ളം പറയരുത്. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സർ, ഇവിടുത്തെ സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി തന്നത് സാറിന്റെ അച്ഛനാ. അപ്പോ ഞാനത് മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ അച്ഛൻ്റെ അഭിപ്രായം കൂടി അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അമ്മയ്ക്ക് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ ഒരു വാക്കുകൂടി ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കരുതി. അതിനുവേണ്ടി ഞാനൊന്ന് കാത്തു നിന്നു.
അതുകൊണ്ടാ സാർ ആദ്യം എന്നോട് സമ്മതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടാൻ നിന്നത്. നോ നോ നോ, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. താൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പ്രഭാവതി അമ്മയ്ക്ക് വസ്തു കൈമാറുന്നതിന് അച്ഛൻ തനിക്കിപ്പോ സമ്മതം നൽകിയെന്ന് വേണമല്ലോ കരുതാൻ. സർ അതെ, സമ്മതിച്ചു. അതുകൊണ്ടാണല്ലോ വസ്തു അമ്മയ്ക്ക് എഴുതി കൊടുക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും താൻ എന്തോ മറയ്ക്കാണ്. പ്രഭാവതി അമ്മയ്ക്ക് വസ്തു കൈമാറുന്നതിനോട് അച്ഛന് യോജിപ്പുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അത് ഡൈനിങ് ടേബിളിൽ വെച്ച് പറയുമായിരുന്നല്ലോ. എന്നാ അതല്ലല്ലോ സംഭവിച്ചത്. ഒന്നും പറയാതെ ഏതാണ്ട് പ്രതിഷേധിക്കുന്ന മട്ടിൽ കൈ കഴുകിയിട്ട് ഇറങ്ങി പോവുകയല്ലേ അച്ഛൻ ചെയ്തത്. പാർവതി, സ്വത്ത് കൈമാറുന്ന വിവരം താൻ അച്ഛനോട് സംസാരിച്ചു എന്നതിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. തനിക്കിപ്പോഴും തൻ്റെ മനസ്സിൽ താൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നോട് തുറന്നു പറയാം. ഇനി താനത് പറഞ്ഞില്ലെങ്കിലും താൻ എന്താണ് മറച്ചു പിടിച്ചിരിക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കും. എനിക്കൊരു സഹായം ചെയ്യണം. നിങ്ങൾ ചെയ്ത ഈ സഹായം പലരുടെയും ജീവിതത്തിന് വഴിയൊരുക്കുന്നതായിരിക്കും. ദയവായി ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. ഇതെന്താ ഇങ്ങനൊരു കത്ത്? ആരാ ഇത് എഴുതി ഇവിടെ വെച്ചത്? ഏത് കുടുംബത്തിലാണ് ഞാൻ സഹായം ചെയ്യേണ്ടത്? എന്ത് സഹായമാ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്ന സഹായം എങ്ങനെ അവരുടെ കുടുംബത്തിൽ അനുഗ്രഹമായി മാറുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി ഇത് വല്ല ഏടാകുടം വല്ലതും ആണോ? ആയിരിക്കും. സുകുമാരേട്ടാ, ഒരു പെൺകുട്ടി ഏട്ടനെ അന്വേഷിച്ചു വന്നിരുന്നു. അതില് അവരുടെ നമ്പറും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ അതിലേക്കൊന്ന് വിളിച്ചു നോക്ക്. കാര്യം എന്താന്ന് വിശദീകരിച്ച് അറിയാലോ. ആ കൊച്ചിനെ കണ്ടിട്ട് വലിയ പ്രശ്നക്കാരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇത് അയാളായിരിക്കും. ഹലോ, അതെ, ഈ നമ്പറിലേക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞ് കത്തെഴുതിയത് നിങ്ങളല്ലേ? അതെ, ഞാൻ തന്നെയാ ആ കത്ത് അവിടെ എഴുതി വെച്ചത്. എന്താ കാര്യം? ഞാൻ എന്തുപകാരമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ഞാൻ എന്തോ ഒരു ഉപകാരം നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് കത്തിലുണ്ടായിരുന്നല്ലോ. പറയാം. നിങ്ങൾക്ക് പ്രഭാവതി എന്ന് പറയുന്ന സ്ത്രീയെ അറിയോ? അവരുമായിട്ട് എന്തെങ്കിലും തരത്തില് ബന്ധമുണ്ടോ? പ്രഭാവതിയോ? ഏയ്, അങ്ങനെ ഒരാളെ എനിക്കറിയില്ല. ഒരു പ്രഭാവതിയുമായും എനിക്കൊരു ബന്ധവുമില്ല. അല്ല, ആരാണ് ഈ പ്രഭാവതി? എന്റെ ഒരു ആന്റിയ പ്രഭാവതി. എന്റെ ഭർത്താവിന്റെ രണ്ടാനമ്മ. ഭർത്താവിന്റെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ അവരെ രണ്ടാമത് വിവാഹം കഴിച്ചു. ഈയിടെ ആന്റിയുടെ ആദ്യ ഭർത്താവിനെ കുറിച്ച് ഇവിടെ ഒരു സംസാരം ഉണ്ടായി. അന്നേരം ആന്റി അവരുടെ ആദ്യ ഭർത്താവായി കാണിച്ചെന്നത് എന്നോട് ഇപ്പൊ ഫോണിൽ സംസാരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഫോട്ടോയാ. ഏയ്, ഞാൻ അങ്ങനെ ഒരു പ്രഭാവതിയും വിവാഹം കഴിച്ചിട്ടില്ല. അത് അന്ന് തന്നെ എനിക്കും തോന്നി. അതുകൊണ്ടാ ഞാൻ താങ്കളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ വീട്ടിൽ വന്നത്. ആന്റി പറഞ്ഞത് കള്ളമാണെന്നും നിങ്ങളല്ല ആന്റിയുടെ ഭർത്താവെന്നും എനിക്ക് എന്റെ ഭർത്താവിന്റെ മുമ്പിൽ തെളിയിക്കണം. സത്യാവസ്ഥ അദ്ദേഹത്തെ ധരിപ്പിക്കണം. ഞാൻ നാളെ എന്റെ ഭർത്താവിനെയും കൂട്ടി നിങ്ങളുടെ വീട്ടിൽ വരാം. നിങ്ങള് യാഥാർത്ഥ്യം എന്താന്ന് എന്റെ ഭർത്താവിനൊന്ന് പറഞ്ഞു കൊടുക്കണം. അതിനെന്താ, ഞാൻ പറയാലോ. ഇല്ലാത്ത പൊല്ലപ്പ ഞാൻ എന്തിനാ എടുത്ത് തലയെ വെക്കുന്നേ? അതുകൊണ്ട് സത്യാവസ്ഥ എന്താണെന്ന് കുട്ടിയുടെ ഭർത്താവിനോട് മാത്രമല്ല, ഏത് കോടതിയിൽ വന്ന് വേണമെങ്കിലും ഞാൻ പറയാം. കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനിത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ ഭാവിയിൽ തകരുന്നത് എന്റെ കുടുംബമായിരിക്കും. ഇങ്ങനൊരു ബന്ധമുണ്ടെന്നൊരു കള്ളക്കഥ എന്റെ ഭാര്യയുടെ ചെവിയിലെങ്ങാനും എത്തിയ അവൾ എന്നെ കൊന്നുകളയും. അതുകൊണ്ട്
എല്ലാത്തിനും നാളെ തന്നെ ഒരു തീർപ്പുണ്ടാക്കിയേക്കാം. കുട്ടി ഭർത്താവുമായി വരൂ. ശരി, നാളെ തന്നെ ഞാൻ ഭർത്താവിനെയും കൂട്ടി അവിടെ വരാം. ഉം. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതല്ലേ? ശരി ശരി, ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് വന്നേക്കാം. ഉം. അമ്മ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കിയ പ്രഭാവതി അമ്മയുടെ പൊയ്മുഖം ഉടനെ അഴിഞ്ഞു വീഴും. വിശാൽ സാറിനോട് കപട സ്നേഹം കാണിച്ച് അമ്മയായി നടക്കുന്ന ആ പിശാചിന്റെ യഥാർത്ഥ രൂപം എല്ലാവർക്കും മുമ്പിൽ അധികം വൈകാതെ വെളിപ്പെടും. ഞാനത് വെളിപ്പെടുത്തിയിരിക്കും. അതിനുള്ള വഴികൾ ഓരോന്നോരോന്നായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് വിഷം തന്നത് അവളാ, പ്രഭാവതി. ആ പിശാച്. മോനെ, അവള് നിന്നെയും ഒരു ദിവസം കൊല്ലും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. പ്രഭാവതി അമ്മ, ഇനി നിങ്ങളെ സ്വസ്ഥമായിട്ട് ഉറങ്ങില്ല. നിങ്ങളെ ഞാൻ പൂട്ടും. നിങ്ങൾ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരും. പാർവതി, ആ കഴിക്കാൻ എന്തെങ്കിലും എടുത്തേ? ഓ വിപിൻ ഇരിക്ക, ഞാൻ എടുത്തുതരാം. അങ്ങോട്ട് മാറിക്കേ. എന്താ പല്ലവി, എന്താ ഇത്? അതെ, എന്റെ ഭർത്താവിന് ആഹാരം കൊടുക്കാൻ എനിക്കറിയാം. നീ അങ്ങോട്ട് മാറി നിൽക്കേ. പല്ലവി, ഞാൻ വിളമ്പി തരാം സർ. ഭർത്താവിന് ആഹാരം വിളമ്പി കൊടുക്കേണ്ടത് ഭാര്യയുടെ കടമയല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷേ അതിന് നീ എന്തിനാ പാർവതിയോട് ചൂടാവുന്ന? ദേ, വേണ്ട വേണ്ട, ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സംസാരമൊന്നും വേണ്ട. പല്ലവി വിളമ്പിക്കൂ. വിപിൻ സാറേ, ഞാൻ ഇന്ന് സാറിന് വേണ്ടി പ്രത്യേകമായി മുരിങ്ങക്കാ തോരനും മുരിങ്ങക്കാ നിറയെ ഇട്ട സ്പെഷ്യൽ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും പാഴാക്കാതെ കഴിച്ചേക്കണം. വിശന്ന് കണ്ണ് കാണാതിരിക്കുക. ഇപ്പൊ ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കും. മതി മതി. കഴിച്ചോ, മുഴുവനും കഴിച്ചു. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അങ്ങനെ എന്റെ തന്ത്രം വിജയിച്ചു. ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് അതുപോലെ തന്നെ നടന്നു. പാർവതി അവളുടെ നാവുകൊണ്ട് തന്നെ എന്നോട് സമ്മതം അറിയിച്ചല്ലോ. ഇനി രജിസ്ട്രേഷൻ നടത്തണം. സ്വത്തുക്കൾ എന്റെ പേരിലാക്കണം. പാവം വിശാൽ കഥ അറിയാതെ ആട്ടം കാണുകയാ ആ വിഡ്ഢി. ഒരു കണക്കിന് അവനൊരു ശുദ്ധ ജന്മമായത് വളരെ നന്നായി. സ്വത്തുക്കൾ എന്റെ കയ്യിൽ വന്നു ചേർന്നോട്ടെ.
അതിനുശേഷം പ്രഭാവതി ആരാണെന്ന് പാർവതിയെ ഞാൻ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. 3 ദിവസം കൊണ്ട് എന്നെ കെട്ടിക്കാൻ ഒരുങ്ങിയവളല്ലേ പാർവതി. അപ്പോ അവൾക്ക് അതിനുള്ള മറുപടി കൃത്യമായിട്ട് കൊടുക്കണമല്ലോ. പ്രഭാവതി അമ്മ, അല്ല, നീ എന്താ ഇവിടെ? ഓ, നാളെ നിന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം എന്റേതാവുമ്പോ നിന്നെ ഞാൻ ഇവിടുന്ന് തുരത്തി ഓടിക്കുമെന്നുള്ള പേടി കൊണ്ട് വന്നതാണല്ലേ? അയ്യോ, എന്നെ ഇവിടുന്ന് ഓടിക്കരുതേ. ഞാനൊന്നും മിണ്ടാതെ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കഴിഞ്ഞോളാമേ. ഇവിടുത്തെ മുഴുവൻ പണിയും എടുത്ത് ഉള്ള കഞ്ഞി എന്തെങ്കിലും കുടിച്ച് ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാമേ. ഇങ്ങനെയൊക്കെ അപേക്ഷിക്കാൻ വന്നതാണോ നീ? പ്രഭാവതി അമ്മ, നിങ്ങൾ അങ്ങനെയൊന്നും വെറുതെ ദിവാസ്വപ്നം കാണണ്ട. ഓ, വിശാൽ സാറിന് പെട്ടെന്ന് എന്നോട് അനിഷ്ടവും ദേഷ്യവും തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം ഇവിടുത്തെ വസ്തുക്കൾ നിങ്ങളുടെ പേരിൽ എഴുതിത്തരാന്ന് ഞാൻ വെറുതെ പറഞ്ഞത്. അതെ, വെറുതെ പറഞ്ഞതാ.